ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം 3ഓളം ഇൻസിഡൻറ്റ്, അത് ഉറപ്പായിട്ടും അത് ഇന്ത്യയുമായിട്ടും ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഒരു ഗ്ലോബൽ ട്രെൻഡായി മാറി. അതിലൊരു കാശ്മീരി ജേർണലിസ്റ്റ് ഉണ്ട്, യാന മിർ, ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അവർ ഇന്നലെ UK പാർലമെൻറ്റിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിൽ പാർലമെൻറ്റേറിയൻസിനും മറ്റുള്ള എല്ലാവർക്കും വേണ്ടി നടത്തിയൊരു പരിപാടിയിൽ അവരുടെ പ്രസംഗമാണ് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയത്. അതോടുകൂടി മറ്റൊരു കാശ്മീരി പെൺകുട്ടിയുണ്ട്, അവർ JNUവിലൊക്കെ പഠിച്ചതാണ്. ഏറ്റവും കൂടുതൽ കാശ്മീരിലെ ആർട്ടിക്കിൾ 370 ആണെങ്കിലും അതിനെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ വിമർശിക്കുകയും പിന്നീട് അവർക്കുണ്ടായ മാറ്റം എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞപ്പോഴുണ്ടായ മാറ്റം. അതേപോലെ തന്നെ ഇപ്പോൾ വേൾഡിലൊരു ഗ്ലോബൽ ട്രെൻഡായി മാറി മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം വഹാബികൾക്കെതിരെ സലഫികൾക്കെതിരെയും ഏറ്റവും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. ഇത് നേരത്തെ കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. അതായത് അവിടുത്തെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ആൾക്കാർ വന്ന സമയത്ത് അപ്പോൾ അവർക്ക് പല ചോദ്യങ്ങളുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻവെസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ചോദിച്ചു, സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബലായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നമുണ്ട്. കാരണം അവർക്ക് അവിടെയുള്ള റാഡിക്കൽ ഇസ്ലാം, പ്രത്യേകിച്ച് വഹാബിസവും സലഫിസ്റ്റുകൾക്കും, കാരണം അവരുമായിട്ട് പൊരുത്തപ്പെട്ട ഏകദേശം 110 വർഷത്തെ ബന്ധമാണ് സൗദി റോയൽ ഫാമിലിക്ക് ഉണ്ടായിരുന്നത്. 2016 ഇവരെ ചവിട്ടി പുറത്താക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. ഈ പറയുന്ന ഞങ്ങൾ ഈ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരികയും പണ്ട് ഇതേപോലെ തന്നെ ഏകദേശം 30-40 വർഷം മുമ്പ് ഈ ഇൻവെസ്റ്റേഴ്സിനെ ഈ സൗദിയിലുണ്ടായിരുന്ന വഹാബികളും സലഫികളും വല്ലാത്ത രീതിയിൽ ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്തു. അവരെ മുഴുവനും അവിടുന്ന് പറഞ്ഞു വിടേണ്ട രീതിയിൽ വന്നു. കാരണം കംപ്ലീറ്റ് ക്രോസ് ഡൗൺ ചെയ്യിപ്പിക്കേണ്ട രീതിയിലോട്ട് പോയി. അതിനിയും ഉണ്ടാകുമോ എന്ന് മുഹമ്മദ് ബിൻ സൽമാനോട് ചോദിച്ച് അദ്ദേഹം കൊടുത്തൊരു ഉത്തരവുണ്ട്. 30 വർഷത്തോളമായിട്ട് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം, വഹാബികളാണെങ്കിലും സലഫികളെയും, ഇവരെ പല രീതിയിൽ നേരിട്ട് നോക്കി ഇവർ ശരിയാകും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇവരുമായിട്ട് ഒരുമിച്ച് പോയി നോക്കി ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ 30 വർഷമായിട്ടും സൗദി ഭരണകൂടത്തിനും അഡ്മിനിസ്ട്രേഷനും പരാജയം സംഭവിച്ചു. കാരണം ഇവരുമായിട്ട് ഒരുമിച്ച് പോകാനും ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാനും വേണ്ടി സാധിക്കില്ല. കാരണം അവർ പറയുന്ന റിലീജിയസ് ഫിലോസഫി അനുസരിച്ച് ലോകത്തൊരു രാജ്യവും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് സൗദി അഡ്മിനിസ്ട്രേഷൻ തീരുമാനമെടുത്തത് ഇതേപോലെയുള്ള സലഫികളെയും ഈ പറയുന്ന റാഡിക്കലായിട്ടുള്ള ഇസ്ലാമിനെ അവരെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക. അതിലല്ലാതെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു മെസ്സേജാണ് കൊടുത്തത് ലോകത്തുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും. സൗദി ഈസ് ഓപ്പൺ. കാരണം സൗദി പഴയ സൗദി അല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മദ്യത്തിൻ്റെ ഷോപ്പ് തുറക്കുകയും സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കുകയും അവിടെയുള്ള ഒത്തിരി മലയാളികളെ ഒത്തിരി സലഫികളെയും ഇവരെ അവിടുന്ന് ചവിട്ടി ദൂരെ കളഞ്ഞു, ഒത്തിരി പേരെ ദൂരെ കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മലേഷ്യയിലുണ്ടായ സംഭവം എന്തുവാ അതുമായിട്ട് ബന്ധപ്പെട്ട് മലേഷ്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സക്കീർ നായിക്ക്. അപ്പം മലേഷ്യയിൽ സലഫി വലിയ ഗ്രൂപ്പുകളുണ്ട്, വലിയ ഓർഗനൈസേഷനുണ്ട്. ഈ ഓർഗനൈസേഷനെല്ലാം കഴിഞ്ഞ 6 മാസമായിട്ട് അടച്ചുപൂട്ടിപ്പോയി. കാരണം ഇവരുടെ ഫണ്ടിങ്ങും ഈ പരിപാടികളൊക്കെ നിർത്തി. സലഫികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ഇസ്ലാമിക പള്ളികളിലും പ്രസംഗിക്കുവാൻ പോകരുത്. അവരെ ബ്ലാങ്കറ്റ് ബാനാണ് ചെയ്തിരിക്കുന്നത്. പലരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് സക്കീർ നായിക്കിനൊക്കെ ശരിക്കുമായിട്ടങ്ങ് മൂക്ക് കയറിയിട്ടേക്കുകയാണ്. അപ്പം അയാൾ താമസിക്കുന്നിടത്താണെങ്കിൽ അയാൾ എവിടെ പോവുകയാണെങ്കിലും അവിടുത്തെ പോലീസ് ഇൻ്റലിജൻസ് പുറകിൽ പോവുകയാണ്. കാരണം ആ രാജ്യത്തിനും മടുത്തു. കാരണം അവിടെയും ഈ സക്കീർ നായിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ അതാണ് പഠിപ്പിച്ചേക്കുന്നത്. സലഫികളെയും
ഈ പറയുന്ന വഹാബികൾ ഇത് തന്നെയാണ് പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇവരെ ചവിട്ടി പുറത്താക്കുക, അല്ലെങ്കിൽ തൊലയ്ക്കുക, നശിപ്പിക്കുക. ഇതാണ് സൗദി ചെയ്തത്. ഇത് മറ്റു പല രാജ്യങ്ങളും ചെയ്യുന്നു. കാരണം ഇവരെ കൊണ്ട് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ യാനാമിർ എന്ന് പറഞ്ഞ അവരുടെ ഒരു പ്രസംഗമുണ്ട് ലണ്ടനിൽ നടത്തിയത്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മലാല യൂസഫ്, നിങ്ങൾക്കറിയാം, നോബൽ പ്രൈസ് കിട്ടിയ മുസ്ലിം പെൺകുട്ടിയാണ്. അതായത് ഇസ്ലാമിക ഭീകരന്മാരെ അറ്റാക്ക് ചെയ്തതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒളിച്ചോടി ലണ്ടനിൽ പോയി. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളെ പറ്റിയും ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രയാസത്തെ പറ്റിയൊക്കെ മലാല യൂസഫ് ഈ ട്വിറ്ററിലും എക്സ് പ്ലാറ്റ്ഫോമിലും ഈ കമൻറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അത് വലിയ പ്രാധാന്യമായിട്ട് മറ്റുള്ള മീഡിയയും പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ യാനാമിർ പറഞ്ഞൊരു പോയിൻ്റുണ്ട്. മലാല യൂസഫിനെ പോലെ എനിക്ക് രാജ്യമില്ലാതെ ഇറങ്ങി ഓടി ഇവിടെ വന്ന് റെഫ്യൂജി ആയിട്ട് ലണ്ടനിൽ വന്നതല്ല കാശ്മീരിൽ നിന്നുള്ള യാനാമിർ. ആദ്യത്തെ പോയിൻ്റ്. മലാല യൂസഫിൻ്റെ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അവിടുന്ന് അതെല്ലാം കളഞ്ഞിട്ട് ഓടി ലണ്ടനിൽ വന്നിട്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ മലാല യൂസഫിന് യാതൊരു അർഹതയുമില്ല. അത് സത്യമാണ്. മലാല യൂസഫ് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയേണ്ടത്. അതിൽ ഇന്ത്യയിലെ ഏത് സ്ത്രീക്കാണ് സ്വാതന്ത്ര്യത്തിന് കുറവ്? ഇന്ത്യയിൽ ഏത് മുസ്ലിം സ്ത്രീക്കാണ് സ്വാതന്ത്ര്യത്തിന് കുറവ്? കാശ്മീരിൽ ഏത് സ്ത്രീക്കാണ് സ്വാതന്ത്ര്യത്തിന് കുറവ്? ഇതിനെപ്പറ്റിയാണ് മലാല യൂസഫും പല ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റും ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഒരു പാകിസ്ഥാൻ രീതിയിൽ ഇന്ത്യയെ തകർക്കുന്ന, ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ഇമേജ് നശിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, പ്രൊപ്പഗേണ്ടയുണ്ട്, പലതും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനെ അതിശക്തമായ ഭാഷയിലാണ് യാനാമിർ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞൊരു അടുത്ത പോയിൻ്റ്, കാശ്മീരിലുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം എന്താ? ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമും വഹാബിസം കയറി തലയ്ക്ക് പിടിച്ച് ഇവരെല്ലാം ജിഹാദുമായിട്ട് പോയി കൊല്ലപ്പെട്ടു. ഇപ്പം എത്രയോ ആയിരക്കണക്കിന് അമ്മമാർക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെടാൻ കാരണം എന്തുവാ? ജിഹാദും റാഡിക്കൽ ഇസ്ലാമുമാണ്. അതിനെ ആരാ സപ്പോർട്ട് ചെയ്ത്? പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തു. അതിനെ പല രാജ്യങ്ങളും അകത്തും പുറത്തും കൂടെ സപ്പോർട്ട് ചെയ്തു. അതിനെ അനുകൂലിച്ച് പലയിടത്തും ആർട്ടിക്കിളും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായി. ഇതിൽ കാശ്മീരിൻ്റെ എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? അവിടെ കാശ്മീരിൻ്റെ നാശമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ പ്രസംഗം കേൾക്കുകയും അപ്പോൾ ഇവർ പറയുകയും ചെയ്തപ്പോൾ പറഞ്ഞൊരു സംഭവമുണ്ട്. കാശ്മീരിൽ സമാധാനം വന്നു. സമാധാനം വന്നതിൻ്റെ കാര്യം ഇന്ത്യൻ സേനയുടെ ഇടപെടൽ കൊണ്ടാണ്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോഴേ അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, സെക്യൂരിറ്റി ഫോഴ്സ് സ്ട്രോങ് ആയി. സെക്യൂരിറ്റി ഫോഴ്സിന് ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുവാനുള്ള പ്ലാറ്റ്ഫോം ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഈ ഭീകരന്മാർ പേടിച്ചു പോയി. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയൻസും മറ്റു പലരും ഇവരെ ശരിക്കും പ്രോത്സാഹനം കൊടുത്തു. ശരിയാ, അവർ പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ്. മലാല യൂസഫിന് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ പറ്റി പറയാനല്ല, ഇന്ത്യയിലെയും കാശ്മീരി സ്ത്രീകളെ പറ്റി പറയാൻ അവർക്കെന്ത് ഇതാ ഉള്ളത്? അടിച്ചൊതുക്കി നാശമാക്കി വെച്ചേക്കുന്ന സ്ത്രീകളെ മുഴുവൻ പാകിസ്ഥാനിലും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലുമാണ്. അതേപോലെ പല അറേബ്യൻ രാജ്യങ്ങളിലും അതിനെപ്പറ്റി അവർ മിണ്ടത്തില്ല. കാരണം അവിടുന്നൊക്കെ ഇവർക്ക് സഹായവും പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇന്ത്യൻ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് രാജ്യം പോലും ഇല്ലാത്ത മലാല യൂസഫ് പറയുന്നതിനെ വലിയ പ്രാധാന്യം കൊടുത്ത് കേരളത്തിലുള്ളവരും പറയാറുണ്ട്. കേരളത്തിലുള്ള ചില ഇസ്ലാമിക വർഗീയവാദികളും ഇതിനെപ്പറ്റി ഇടതുപക്ഷക്കാർ പൊക്കിപ്പിടിച്ച് നടക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് ഷെല്ല റഷീദ്. അപ്പം അവർ ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആക്ഷനെയും ഹ്യൂമനിറ്റേറിയൻ വയലേഷൻ, അത് ഇത് ചള്ളു ചാവറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അവർ ഇന്ത്യയെ പറ്റിയും കാശ്മീരിനെ പറ്റി, അതായത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കാശ്മീരിൽ ഇന്നുണ്ടായേക്കുന്ന സമാധാനം അത് എത്രയോ വർഷമായിട്ടില്ലായിരുന്നു. അതിന് കാരണമെന്ത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ. അവിടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തു. എന്തുകൊണ്ടാണ് ഫറൂഖ് അബ്ദുള്ളയും അതേപോലെ
അത് അയാളുടെ മകനും ഇപ്പം NDAയുടെ കൂടെ ചേരാൻ വന്നതിൻ്റെ കാര്യം എന്ത്? അപ്പം ജനങ്ങളുടെ ട്രെൻഡ് എന്തുവാ? ജനങ്ങളുടെ ട്രെൻഡ് ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൂടായി, അവർക്ക് സമാധാനമുണ്ട്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ പബ്ലിക്കായിട്ട് അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി കളിച്ചു. നേരത്തെ ഇങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു, കാരണം ഞാൻ ഈ കാശ്മീരിലൊക്കെ പോകുന്നയാളാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കാശ്മീരിലുണ്ടായതിൻ്റെ കാരണം എന്തുവാ? ഉറപ്പായിട്ടും മോദി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും ആ ഗവൺമെൻറ് അവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ചില ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. കാരണം അവിടെ ഡെവലപ്മെൻറ്റ് വരാൻ തുടങ്ങി, അവിടെ കർഷകർക്ക് പണം കിട്ടാൻ തുടങ്ങി, ആപ്പിൾ കർഷകർക്ക് പണം കിട്ടാൻ തുടങ്ങി, അവിടെ ചെറുപ്പക്കാർക്ക് പഠിക്കുവാനുള്ള അവസരം കിട്ടാൻ തുടങ്ങി. കാരണം സ്കൂളുകളെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു, കോളേജുകൾ അടച്ചിട്ടേക്കുമായിരുന്നു. അവർ പഠിക്കാൻ പോയി, അവർക്ക് ജോലി കിട്ടാൻ തുടങ്ങി, അവരെ പട്ടാളത്തിലും അവിടുത്തെ പോലീസിലും ജോലിക്കെടുക്കാൻ തുടങ്ങി. ഈ ഒരു മാറ്റം കാശ്മീരിലുണ്ടായിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും കുറച്ച് വർഗീയവാദികളുമാണ് കാശ്മീരിന് ഇത് പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ലോകത്ത് ജിഹാദിനെതിരെയും ഇസ്ലാമിക ഭീകരത അതേപോലെ സലഫികൾ, വഹാബിസം, അതിനെതിരെ ഒറ്റക്കെട്ടാവുകയാണ്. കാരണം അനുഭവിച്ചവർക്കെല്ലാം മനസ്സിലായി ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ മാത്രമായിരിക്കും. ഒരു മനുഷ്യരാശിയെ മുഴുവനും നശിപ്പിക്കുന്നതാണ് ഈ വർഗീയ ഭ്രാന്തന്മാർ. അപ്പം അതിന് അടിയവരയിട്ട് സൗദി അറേബ്യൻ കിങ് മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയത് ലോകത്തെല്ലാവരും ഏറ്റെടുക്കുന്നു. അതാണ് ഇതിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്.